അനിയൻ ലീവിന് വന്നതുകൊണ്ടും അമ്മുന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടും മമ്മീനെയും കൂട്ടി ഒന്ന് ഗുണ്ടിൽപേട്ട വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്ലാൻ പെട്ടെന്ന് മാറ്റി പോക്ക് ചേകാടിക്കാക്കി. വഴി അത്രയ്ക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് ബാബുച്ചേട്ടനോടും മനുവിനോടൊക്കെ വഴി ചോദിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത് കേട്ടോ. കാട്ടിലൂടെ പോകണമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പുറത്ത് കാണിച്ചില്ല. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി. റോഡ് ഇത്തിരി പ്രശ്നമാണെങ്കിലും മൃഗങ്ങളെയൊക്കെ പേടിക്കണമെങ്കിലും പറയാതെ വയ്യ. മരങ്ങളെ ചുറ്റിയുള്ള വള്ളികളും പച്ചപ്പും ഒക്കെ ആയിട്ട് ഈ വഴി ഭയങ്കര രസമാണ് കേട്ടോ. കാട് കഴിഞ്ഞു എന്ന് തോന്നുന്ന വിധത്തിലൊരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി ഒന്ന് നിർത്തി. ആടിനെ മേയ്ക്കാൻ വന്നവരുണ്ട്. കുട്ടിക്കുറുമ്പന്മാർ മരത്തിൽ കയറിയിരിപ്പുണ്ട്. അവരോടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് KSRTC സമ്മതിച്ചില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അവർക്ക് കടന്നു പോകാൻ വഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പച്ചപ്പണിഞ്ഞ ചേകാടി വയലുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചേകാടി പാലത്തിലെത്തി. വലിയ പാലമാണ് കേട്ടോ. വണ്ടി ഒന്ന് ഒതുക്കി അവിടെ ഇറങ്ങി. നദിക്കരയിലിരുന്ന് കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട്. നല്ല കാറ്റൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു. ഇത് പാൽവെളിച്ചം കാട്ടിക്കുളം ബസ്സാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് സുഖുവേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ സുഖുവേട്ടൻ്റെ ചായക്കടയുടെ അടുത്തെത്തി. അമ്മു വേഗം ചായക്കടയിലേക്ക് പോയി, പുറകെ ഞാനും. വിറകടുപ്പിൽ നല്ല കനലുണ്ട്. കുറച്ച് നേരമായിട്ട് സുഖുവേട്ടൻ ഇവിടെ ഇല്ല. വിറക് കത്തി നീങ്ങി വന്നത് അമ്മു ഒന്ന് തള്ളി വെച്ച് കൊടുത്തു. ഞങ്ങൾ എന്നിട്ട് സുഖുവേട്ടനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. സുഖുവേട്ടൻ ഇതാ 2 കൈയിലും ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് കടയിലോട്ട് വന്നു. ചില കാഴ്ചകളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണെങ്കിലും അത് വീഡിയോയിൽ പകർത്താൻ ഒരിഷ്ടവും തോന്നും. പകർത്തിയത് കാണുന്നത് ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ സുഖുവേട്ടൻ ചായ എടുക്കുന്നതൊക്കെ ഞാനൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. ഞങ്ങൾ 4 ചായയും 4 പഴംപൊരിയാട്ടോ പറഞ്ഞത്. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖുവേട്ടനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കബനി നദിയുടെ തീരത്ത് വണ്ടിയൊന്ന് ഒതുക്കി അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു. പോരുന്ന വഴിക്ക് നല്ല തെളിനീര് ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടു. അത് ക്യാമറയിൽ പകർത്തി. ഫോറസ്റ്റ് കഴിഞ്ഞ ഉടനെ ഒരു ചേട്ടൻ ലോട്ടറി വിൽക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറിയൊക്കെ മേടിച്ചു. ചേട്ടൻ്റെ പേര് ജോസഫ് എന്നാണ്. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഏറുമാടം കണ്ടു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ പകുതി വരെ ഒന്ന് കയറി ഇറങ്ങിപ്പോന്നു. അപ്പോഴാണ് ജോസഫ് ഏട്ടൻ പറഞ്ഞത് അത് ഫോറസ്റ്റുകാരുടെയാണ്. ഈ ഗേറ്റ് കടന്ന് ഫോറസ്റ്റ് കഴിഞ്ഞ് വേണം നമുക്ക് ചേകാടിയിലെത്താൻ. ഇപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ. ഈ ഗേറ്റിന് ആന ഗേറ്റ് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നതെന്നാണ് ജോസഫ് ഏട്ടൻ പറഞ്ഞത്. പോരുന്ന വഴിക്ക് ഒരു പഴയ കെട്ടിടവും പോസ്റ്റ് ഓഫീസും ഒരു കടയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. ഇത് വേറൊരു വൈബാണ് കേട്ടോ. നല്ല ചിരിയോടെ നിൽക്കുന്ന രാജുവേട്ടനാണത്. ഞങ്ങൾ വെറുതെ അവിടെ ഇറങ്ങിയതാണെന്ന് അറിഞ്ഞപ്പോൾ ചേട്ടൻ എനിക്കൊരു കേക്ക് കൊണ്ടു തന്നു. അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ റവ കേക്കും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. മനസ്സിന് കുളിർമയേകുന്ന പച്ചപ്പിലൂടെ നാട്ടുവഴികളിലൂടെ ഗ്രാമഭംഗി ആവോളം ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു ചേകാടി യാത്ര.